അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിന്റെ 18ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നാളെ റമദാൻ 18ാമത്തെ ദിവസമാണ്, 18ാമത്തെ നോമ്പാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവൻ അർഹമായ പ്രതിഫലം നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ച ചെയ്ത പറഞ്ഞ എല്ലാ അമലുകൾക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ബദരീങ്ങളുടെ ആണ്ട് അൽഹംദുലില്ലാ ഇന്നലെ നമ്മൾ കഴിച്ചു അല്ലേ. നമ്മൾ ബദരീങ്ങൾ ചൊല്ലിയ ദിക്റുകൾ പറഞ്ഞു. അതുപോലെ തന്നെ ബദരീങ്ങളെ അനുസ്മരിച്ചിട്ടുള്ള ബദർ മൗലിദിന്റെ ഏതാനും ചില ഈരടികൾ, അതുപോലെ തവസ്സുൽ ബൈത്തൊക്കെ നമ്മൾ ചൊല്ലിയിരുന്നു. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഇന്നലെ ഒരുപാട് പള്ളികളിൽ ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് അന്നദാനം ഉണ്ടായിരുന്നു അല്ലെ. നാനാ മതസ്ഥരും വന്ന് നമ്മുടെ ആ അന്നദാനത്തിൽ പങ്കെടുത്തു. അൽഹംദുലില്ലാ, അതൊക്കെ വലിയ സന്തോഷം. അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിന്റെ 2ാമത്തെ 10 ഏകദേശം അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. ഇനി 3ാമത്തെ 10 വരികയാണ്. അപ്പോൾ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ധാരാളമായിട്ട് ചോദിക്കണം, ധാരാളമായി നമുക്ക് ആ മഗ്ഫിറത്ത് കിട്ടണം. അതിനുവേണ്ടിയുള്ള ചില ദിക്ർ ഔറാദുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. ആ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നലെ നമ്മൾ ചൊല്ലിയതാണ്, മിനിഞ്ഞാന്ന് നമ്മൾ ചൊല്ലി ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ അവർ ആ ഒരു ആത്മാർത്ഥത കൊണ്ട്, ആ ഈമാനിന്റെ പവർ കൊണ്ട് അവർ ചൊല്ലിയ ആ പുണ്യമായ ദിക്റുകളുണ്ടല്ലോ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്ലിസിലും നമുക്ക് വിശാലമായിട്ട് ചൊല്ലണം. അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന്റെ 1 മുതൽ 30 ദിവസം വരെ അല്ലെങ്കിൽ 29 ദിവസം വരെ മുഴുവൻ ദിവസങ്ങളിലും എല്ലാ സമയത്തും ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആയിഷ ബീവിക്ക് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത ആ പുണ്യമായ ദിക്ർ നമുക്കൊന്ന് ചൊല്ലിയാലോ. എന്താണ്? 4 കാര്യങ്ങളാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരണം. അസ്അലുകൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്നെ കടത്തണം. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം തരണം. ഇതാണ് അതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അതൊന്ന് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മൾ ഉള്ളത്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോയി. ആ സമയത്ത് നമ്മൾ അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുവേ കരുണയുള്ള റബ്ബേ നീ എനിക്ക് കരുണ ചെയ്യണേ എന്ന് നമ്മൾ ദുആയിരുന്നു. രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കടന്നു. അൽഹംദുലില്ലാഹ്. ഈ സമയത്ത് ചൊല്ലേണ്ടത് ഏതാണ്? അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം, ദുനൂബി എന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം, യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹ്. പറഞ്ഞോ. اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لي ذنوبي يا رب العالمين
اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. വിശുദ്ധമായ റമദാൻ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം അല്ലെ. റമദാൻ അള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന് റമദാനിന്റെ രാത്രിയിലും പകലിലൊക്കെ നമ്മുടെ ദുആയിൽ പ്രത്യേകമായി ഉൾക്കൊള്ളിക്കേണ്ട ഒരു ദുആ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ നമുക്കൊന്ന് ചൊല്ലാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കുക. അള്ളാഹുവേ, ഈ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണം, പ്രതികൂലമാക്കരുത്. ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണം, പ്രതികൂലമായ സാക്ഷിയാക്കരുത് എന്നാണ് ആ ദുആന്റെ അർത്ഥം. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ബദരീങ്ങൾ പറഞ്ഞ ആ ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബിമാർ പറഞ്ഞ പുണ്യമായ ദിക്റുകൾ പറഞ്ഞോ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് 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 ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ എല്ലാ ദിവസവും, അത് റമദാനിലാണെങ്കിലും റമദാൻ അല്ലാത്തപ്പോഴാണെങ്കിലും ഏത് സമയത്തും നമ്മൾ ചൊല്ലിയിരിക്കേണ്ട ഈ ഒരു ദിക്ർ ചൊല്ലിയാണ് മഹാന്മാരായ സ്വഹാബിമാർ, അല്ലെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മുഴുവൻ മുൻഗാമികളും അവരൊക്കെ വിജയിച്ചത്, അവരൊക്കെ ഈമാൻ കൊണ്ട് മരണപ്പെട്ടത് ഈ വാക്ക് പറഞ്ഞിട്ടാണ്, അല്ലെ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാണ്, സ്വർഗത്തിന്റെ താക്കോലായ വാക്കാൻ, ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ പറഞ്ഞ വാക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വട്ടം പറഞ്ഞാലോ? അള്ളാഹു തആല ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ. പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പുണ്യമായ ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? അള്ളാഹുവെ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. മഗ്ഫിറത്തിന്റെ പത്തിലാണ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين സ്വലാത്ത് ചൊല്ലിയാലോ? അല്ലാഹു തആല റമദാനിൽ ചൊല്ലുന്ന സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ മുഴുവൻ നേട്ടങ്ങളും അല്ലാഹു നമുക്ക് തരട്ടെ. ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا حبيب الله
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് الصلاة والسلام عليك يا سيدي يا حبيب الله 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 അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സും നമ്മൾ ചൊല്ലിയ ദിക്റും ഔറാദും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലിയ കാര്യങ്ങളും നമ്മുടെ ദുആയും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസും മുഅവ്വിദത്തിനെ ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇലാ ഹളറത്തി നബിയിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار لا إله إلا أنت سبحانك إني كنت من الظالمين أرحم الراحمين يا രാജനായ റഹ്മാനെ അല്ലാഹുവേ കരുണയുള്ള റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് കൂട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് വേണ്ടപ്പെട്ടവര് ഞങ്ങളുടെ കുടുംബക്കാര് കൂട്ടുകാര് അയൽവാസികൾ ഞങ്ങളുടെ മഹല്ലത്തുകാര് എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ സമാധാനത്തിലാക്കണേ അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാ പവിത്രമായ റമളാൻ ആ റമളാൻ മാസത്തിന്റെ രണ്ടാമത്തെ 10ലാണ് ഞങ്ങളുള്ളത് നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ അല്ലാഹുവേ നിന്റെ പാപമോചനം തരണേ അല്ലാ നിന്റെ സ്വർഗ്ഗപ്രവേശനം തരണേ അല്ലാ നരകമോചനം തരണേ അല്ലാ നിന്റെ മാപ്പ് ഞങ്ങൾക്ക് തരണേ അല്ലാ അല്ലാഹു നിന്റെ കരുണ കിട്ടുന്ന യഥാർത്ഥ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഈ റമളാൻ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാ നന്മകളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ വസിയത്തായി ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ക്ലാസുകൾക്ക് താഴെ കമന്റായി എഴുതുന്നവരുണ്ട് നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാഹുവേ കമന്റ് എഴുതാൻ അറിയില്ല ഉസ്താദേ ദുആരക്കണമെന്ന് അറിയിച്ചവരുണ്ട് എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വാപ്പമാരെ കബൂലാക്കണേ അല്ലാ ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് നീറുന്ന നൂറ് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നിനക്കറിയാമല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം തരണേ അല്ലാ ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാ ബറക്കത്തിലാക്കണേ അല്ലാ അല്ലാഹുവേ ആര് ഞങ്ങളെ കൈയൊഴിഞ്ഞാലും നീ ഞങ്ങളെ കൈവെടിയില്ലെന്നറിയാം അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ അല്ലാഹുവേ പരിശുദ്ധമായ ഈ റമളാൻ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരണേ അല്ലാ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ അഭിമാനം കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ സഹോദരന്മാര് ലോകത്തിന്റെ പല സ്ഥലത്തും പ്രതിസന്ധിയിലാണ് അല്ലാഹുവേ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് കഷ്ടപ്പാടിലാണ് പ്രത്യേകിച്ച് പ്രവാസികളായ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ സഹോദരിമാര് സഹോദരങ്ങൾ ആ പ്രവാസികൾക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ അല്ലാ സമാധാനം കൊടുക്കണേ അല്ലാ ശാന്തി കൊടുക്കണേ അല്ലാ മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ യുദ്ധമെല്ലാം നിന്നിട്ട് സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഒരു ലോകം ഞങ്ങൾക്ക് നീ പ്രദാനിക്കണേ അല്ലാ
അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖം വന്ന് കരരോഗമുള്ളവരുണ്ട്, മഞ്ഞപ്പിത്തം ബാധിച്ചവരുണ്ട്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, യൂറിക് ആസിഡ്, അതുപോലെ തന്നെ തൈറോയിഡിന്റെ അസുഖം, വെരിക്കോസിന്റെ അസുഖം, ഇങ്ങനെ ഒരുപാട് നീറുന്ന നൂറ് രോഗങ്ങളാണ് റബ്ബേ. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് വാപ്പമാരും ഉമ്മമാരും ഉസ്താദെ സ്ഥിരമായി നിങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്, നിങ്ങളുടെ ക്ലാസ് കേൾക്കാറുണ്ടെന്നൊക്കെ ഒരുപാട് സന്തോഷ വാർത്ത പറയുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ ഈ ദുനിയാവ് വിജയിപ്പിച്ചു തരണേ അല്ലാ. മരണം വിജയിപ്പിക്കണേ അല്ലാ, ആഖിറം വിജയിപ്പിക്കണേ അല്ലാ. ബദ്രീങ്ങൾക്ക് കൊടുത്ത വിജയം തരണേ അല്ലാ. ബദ്രീങ്ങളുടെ വിജയം പോലെ ഞങ്ങളുടെ ജീവിതത്തിലും നീ വിജയം തരണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ ബദർ യുദ്ധം നടന്ന ആ ബദ്രീങ്ങളുടെ ആണ്ട് മാസമായ പുണ്യമായ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന ദുആ നീ ഖബൂലാക്കണേ അല്ലാ. ആ ബദ്രീങ്ങളോടൊപ്പം ഒക്കെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്, ഞങ്ങളുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്നു, പലതും കഴിഞ്ഞു വരാനിരിക്കുന്നു. അല്ലാഹുവേ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മുഴുവൻ മാർക്കോടുകൂടി പാസ്സാവാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാരെ നീ കാക്കണേ അല്ലാ. ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ തിന്നവരാണ്, ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാര് വാപ്പമാര് റഹ്മാനെ ഞങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാ തൗഫീഖ് തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിനും ഉംറക്കും പോകുന്നവരുണ്ട്, അവരുടെ യാത്രകളെല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, എങ്ങനെയാണ് മരിക്കുക എന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഈ റമദാനിൽ നിന്റെ റഹ്മത്ത് തരണേ അല്ലാ, മഗ്ഫിറത്ത് തരണേ അല്ലാ, സ്വർഗ്ഗപ്രവേശനം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ. ഈ റമദാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദുആരക്കാൻ ഒരുപാട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. കടങ്ങളുണ്ട് റബ്ബേ, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി തുറന്നു തരണേ അല്ലാ. മരണപ്പെട്ടവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.